പവർ ഓൺ എഡ്യൂക്കേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും മേടിക്കണം, നിങ്ങളും മേടിക്കണം, എല്ലാവരും മേടിക്കണം. കുത്ത് കിട്ടിയാലെന്നൊന്നും ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. കുത്ത് കിട്ടിയിരിക്കും. വെള്ളത്തിൽ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ വേണം. എനിക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കണം. അങ്ങനെ ഒരു വെള്ളം കുടിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കൂടി പ്രശ്നമല്ല, ശീലമായിക്കോളും. അപ്പോൾ എന്തോരം വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കുന്നതിന് കുഴപ്പമില്ലെന്നുള്ള അവസ്ഥ വരും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഞാൻ പറഞ്ഞ നെറ്റും ഒന്നും ഇടേണ്ട ആവശ്യം സാധാരണ ഇതിൽ, കാരണം ഇവരത് ഇളക്കുന്നില്ല. എന്നാലും ഈ മഴക്കാലം എന്ന് പറയുമ്പം ഈ മൂടിക്കിടക്കുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ഈച്ചകൾക്ക് അത്ര സുഖകരമല്ല. അപ്പോൾ അവർക്ക് വയലൻ്റ് ആകാനുള്ള എല്ലാ സാധ്യതയും ഈ സമയത്തുണ്ട്. പിന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥയും അവർക്ക് അത്ര സുഖകരമല്ല. അപ്പം കുത്ത് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നീര് വെക്കും. നീര് വെച്ച് കഴിഞ്ഞാൽ അത് 24 മണിക്കൂറോ മാക്സിമം 48 മണിക്കൂർ കൊണ്ട് അങ്ങ് മാറിക്കൊള്ളും. അത് പ്രശ്നമല്ല. അത് നമ്മൾ മഴക്കാലത്ത് ചെയ്യേണ്ട പരിചരണം ഇത്രയേ ഉള്ളൂ. നോക്കുക, പാത്രത്തിനകത്ത് ഈ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നമ്മൾ എന്ത് പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒട്ടിച്ച് വെക്കും. കാരണം അത് സേഫായിട്ട് ചെയ്യണം. അവർക്ക് എന്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടേൻ്റെ ഉള്ളിൽ പാറ്റ പ്രശ്നമുണ്ട്. ഇതുകൊണ്ട് ഒട്ടിച്ച് വെക്കുക. എന്ത് സാധനം കിട്ടിയാലും അവർ ഒട്ടിച്ച് വെക്കും. എന്തത് മെഴുകൊണ്ട് ഒട്ടിച്ച് വെക്കുക. അവർ മെഴു വെച്ച് ഒട്ടിച്ച് വെക്കും. പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ചെറിയ ഇമ്പ്യൂരിറ്റീസ് ആണ്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഒരാഴ്ച വേണ്ട, ആദ്യമേ മൊത്തം മേടിച്ച് കഴിയുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പാത്രത്തിന് നല്ല സ്മൂത്തായിരിക്കും. അപ്പം പാനിക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈച്ചകളെല്ലാം കൂട്ടത്തോടെ ഇതിനകത്ത് ചത്ത് പോകുന്ന, ഫുഡ് എടുക്കാൻ വരുന്ന ഈച്ചകൾ അത്രയും ചത്തു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഒരു ചിരട്ടയുടെ ഫിലിം തൊട്ട് നോക്കി, ഒരു ചിരട്ടയുടെ ഫിലിം വരുന്നത് ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ നല്ല മിനുസമായിരിക്കും. അകവും പുറവും ഇതുണ്ട്. ഇവിടെയൊക്കെ നല്ല മിനുസമാണ്. ഈ മിനുസം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈച്ചയുടെ നമ്മൾ ഒരു അകലം വിട്ടുകൊണ്ട് കാണുന്നുള്ളൂ. ഈച്ച ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പേടിച്ച് കഴിയുമ്പോഴാണ് എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ അന്നേരം കൈ വീശുകയും കാലിച്ച് കുടയും പല പല പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ ഓരോ പ്രശ്നം കാണിക്കും തോറും ഈച്ചകൾ പിന്നെ കൂടുതൽ വയലൻ്റ് ആവുകയായിരുന്നു. കുത്തും മേടിച്ചാൽ ശരീരം അനങ്ങാതെ അങ്ങനെ ആ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ കുത്തും കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. കുത്തു കിട്ടിയ സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഉണ്ട്. ഞാനിത് തന്നെയായിരുന്നു. ഒരു കുത്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടവും ബഹളവും. നമ്മൾ കൂടുതലായിട്ട് ഇളകും തോറും ഈച്ചകൾ കൂടുതൽ കുത്താനുള്ള സാധ്യതയും കൂടുക. നമ്മൾ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ കുത്ത് കൊണ്ട് നമ്മൾ അനങ്ങാതെ നിന്നോണം. അനങ്ങാതെ കഴിയുമ്പോൾ കൂടുതൽ കുത്ത് കിട്ടാതെ. അപ്പോൾ അതുവരെ എത്തണം വെച്ചാൽ സമയം എടുക്കും. ഇങ്ങോട്ടോ നമ്മൾ ഒക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പം കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയമെന്ന് പറഞ്ഞ് ഓടുകയുള്ളൂ. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ആ അവസ്ഥയിലോട്ട് വന്നോളൂ. ഇതാണ് പുഴു. ഇതിനകത്ത് സമാധി ഇരിക്കുകയാണ്. ഇതിനകത്ത് പുഴു ഉണ്ടാകുന്നുണ്ട്. ആ പുഴു വിരിഞ്ഞിറങ്ങി വരും. ഇതാണ് നിശാശലഭങ്ങൾ. മുകളിൽ എടുക്കുന്ന അത്രയും ഗൗരവമായില്ല. പ്രാക്ടിക്കൽ അല്ല പലപ്പോഴും. നമുക്ക്
നല്ലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചൊന്നും പ്രാക്ടിക്കൽ ഇല്ല. ഞാൻ അടി ക്ലീൻ ചെയ്യും. ഇതിനകത്ത് റാണിയെ കാണാൻ പറ്റും ഇപ്പോൾ. റാണി എപ്പോഴും ഈ ബ്രൂഡ് ചേമ്പറിലായിരിക്കും. ബ്രൂഡ് ചേമ്പറിലാണ് നിൽക്കുന്നത്. മുട്ടയിടുന്ന സ്ഥലം അവിടെയാണ്. ഡിവൈഡ് ഈ മഴക്കാലത്ത് ഒരു ഡിവിഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. മഴക്കാലം കഴിയുന്നോണ്ടും വരെ ഫീഡിങ് ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും. ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഫ്രെയിമിന്റെ മുകളിലാണ് ഇത് മോളിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഈ കൂട്ടി പിടിപ്പിച്ച് വേറൊരു ട്രെയിനിങ് എനിക്ക് എന്നപ്പോ കിട്ടിയതേ, ഈ മഴക്കാലം ആകുന്ന തട്ടിന്റെ അളവ് കുറച്ച് കൊണ്ടിരിക്കുന്ന ചൂട് ക്രമീകരിക്കാൻ വേണ്ടി തട്ടിന്റെ അളവ് ക്രമീകരിക്കണം എന്നൊരു. ചൂട് ക്രമീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരപ്പത്ത് നോക്കുക. ഇവിടെ ആരാ ക്രമീകരിക്കുന്നത്? ഈച്ചകളുടെ ചൂട് ക്രമീകരിക്കേണ്ടത് അവരുടെ ബ്രൂഡിനുള്ളിലാണ്. ആ ഒരു കൃത്യമായ ചൂടുണ്ടെങ്കിൽ അവരുടെ ബ്രൂഡിനകത്തുനിന്ന് മുട്ട വിരിഞ്ഞിറങ്ങി വരും. അതിനാണ് ഉള്ളിലാണ് ചൂട് വേണ്ടത്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിച്ചു. ഇവിടെ ഒരു മരപ്പത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വള്ളിച്ചിറയിൽ കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞ ഉടനെ അതുപോലെ തേനീച്ചോൽപാദനം കഴിഞ്ഞ ഉടനെ അവരുടെ വീടിൻ്റെ ഗോഡൗണിൽ നമ്മുടെ ഒരു വെന്റിലേഷൻ ഹോളുണ്ടല്ലോ മുകളിൽ, അതിലൂടെയാണ് ഈച്ച കയറി അവരുടെ മുറിക്കകത്ത് വലിയൊരു കൂട് കൂട്ടിയിരിക്കുന്നു. അവിടെ ഗോഡൗൺ കോൺക്രീറ്റ് വീടിനുള്ളിൽ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ 22 കിലോ തേനം കണ്ട് കിട്ടി. ഭയങ്കര വലുപ്പത്തിലൊരു കൂടാ. അവിടെ ആരാ ക്രമീകരിച്ചത് ചൂട് ഇവരെ ക്രമീകരിക്കുന്നത് അവരുടെ ഉള്ളിൽ തന്നെയാണ്. ബ്രൂഡിൻ്റെ ചൂട് വേണ്ടത് അവരുടെ ഉള്ളിൽ, ആ കൂടിൻ്റെ ഉള്ളിലാണ് ചൂട് വേണ്ടത്. ഈ ബ്രൂഡിനുള്ളിലാണ് ചൂട് വേണ്ടത്. അത് അവർ ഈച്ചയുടെ വലിപ്പം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ക്രമീകരിച്ചിരിക്കും. അതുകൊണ്ട് കൂട് ഒരു കാരണവശാലും സ്ട്രെങ്ത് കുറഞ്ഞു പോകാതെ നോക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് കൂട് നിർത്തുക എപ്പോഴും. അപ്പം സ്ട്രോങ് ആയിട്ട് കൂട് നിർത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് അടി ക്ലീൻ ചെയ്തിട്ടില്ല. അടി ക്ലീൻ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടി ക്ലീനിങ് ആണ്. അടി ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിൽക്കാമോ? കുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. ഒരു 2 മീറ്റർ അകലത്ത് നിന്ന് ഇനിയിപ്പോൾ അകമൊന്നും കാണാനില്ല, പുറമേ കാണാൻ കഴിയും. കുത്തി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതൊന്നല്ല ഈ ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് ഇവിടെ എല്ലാം ക്ലീൻ ആയിരിക്കും. പൊതുവെ ഈ സൈഡിലാണ് വേസ്റ്റ് കംപ്ലീറ്റ് വന്ന് കിടക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒന്ന് ക്ലീൻ ആക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഒന്ന് പാസ് ചെയ്തു വേസ്റ്റ് കിടക്കുന്ന സൈഡിൽ വേസ്റ്റ് കിടക്കുന്നതെന്ന് കണ്ടോ. നടുക്കൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും, വലിയ കുഴപ്പമൊന്നും കാണില്ല. എൻട്രൻസിന്റെ ഭാഗം ക്ലിയർ ആയിരിക്കും. നമ്മൾ ഈ അടിപ്പലക സൈഡിലാണല്ലോ വേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ സമയം നമ്മുടെ മണ്ണ് വെച്ചൊക്കെ ഇത് കുറച്ച് ഇത് അവിടെ ചിലപ്പം കയറാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്താൽ പണി മെനക്കെടല്ലോ നമുക്ക്. അടുത്ത ആഴ്ച പിന്നെയും ഒരാഴ്ചയിൽ നമ്മൾ പൊക്കണം. സാറേ ഈ പെട്ടി ഇപ്പൊ നമ്മൾ പൊക്കുന്ന പെട്ടി അല്ലാതെ അടുത്തിട്ട് വേറെ ക്ലീൻ ചെയ്ത വേറൊരു പെട്ടി തട്ട് വെച്ചാൽ കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഏതായാലും ഏറ്റവും നല്ലത്. കുഴപ്പമില്ല. അപ്പോൾ ഓരോ തട്ടുമായിട്ട് പോകേണ്ടി വരും. ഒരു തട്ടായിട്ട് എക്സ്ട്രാ കൊണ്ടുപോയാൽ പോരെ? 12 പെട്ടിന് 12 തട്ടുമായിട്ട് പോകേണ്ടി വരും. മതി. അതാണെങ്കിൽ ക്ലീൻ ചെയ്യണം. അടുത്ത തട്ടെടുത്ത് വെച്ച് പെട്ടെന്ന് തീർത്ത് പോകാലോ. നമുക്ക് അടുത്ത പെട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഐഡിയ പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്നത് കേട്ടോണ്ട് ഇത് മാത്രം ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളുടെ യുക്തി നിങ്ങൾക്ക് എളുപ്പമാവുന്ന എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് വേണ്ടത് ഇത് ക്ലീൻ ആയിട്ടിരിക്കുക. ഇത് തിരികെ വെച്ചാലും മതി അല്ലേ? ഇത് ഇങ്ങനെ ജസ്റ്റ് ഇത് കളയണം. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈർക്കിളിൽ കൊടുക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഈർക്കിൾ കൊടുക്കുക, അതൊന്നും ഉപദ്രവമില്ലാണ്ടോ? കുഴപ്പമില്ല. ചിലപ്പം ചൂടല്ല ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പറന്നു പോകുന്നുള്ളതാണ്. പക്ഷെ ഈ മനകുളവി എന്ന് പറയുന്ന പ്രശ്നം ഭയങ്കരമായിട്ട് അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലേ. അത് വളരെ നല്ലതാണ്. ഈ പറയുന്ന ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ തൂക്കേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ മനകുളവി വന്ന് കയറാൻ അവരകത്ത് കയറും. ഇപ്പൊ എൻട്രൻസ് ദ്വാരം കുറവായതുകൊണ്ടാണ് ഈച്ച കാവലുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും മനകുളവി അകത്ത് 2-3 ചത്ത കിടക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മനകുളവി വന്നാൽ ഇവർ ഓടിച്ചു വിടും. ഇത് 10-20 ഒന്നിച്ച് വന്നാലും ഫേസ്ബുക്കിൽ നമ്മുടെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് എൻ്റെ ഒരു പട്ടിയുടെ മനകുളവി വന്നിരിക്കുന്നത്. എന്താ പേര്? ബിജു എപ്പിക്കൾച്ചർ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു 10-20-15 മുകളിൽ
വനംകുളത്തി ആ സമയത്ത് ആ കൂടിന് ചുറ്റും ഉണ്ടായിരുന്നു. എപ്പിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ കൂടുതലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കൂട്ടത്തോട്ട് അകത്ത് കയറി കഴിഞ്ഞ് എവിടെ അപ്പം അങ്ങനെ അപ്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് നമുക്ക് വേണ്ടത് ഇത് ക്ലീൻ പുറത്തോട്ട് കളയണം. പവർ ഓൺ എഡ്യൂക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. മുകളിലോട്ട് കയറ്റി അത് അന്ന് ഉണ്ടാക്കിയതാ. ഈ കോളനിയും ഒരുമാതിരി സ്ട്രോങ് ആണ്. അപ്പോൾ ഇച്ചിരി മാറിക്കുക, പെട്ടെന്ന് നിൽക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായാലോ, ഒന്നും മനസ്സിലായാലോ, ചെയ്യുന്ന രീതി മനസ്സിലായാലോ. അപ്പോൾ ഈ പെട്ടി ഇല്ലാത്തവരാരെങ്കിലും ആരാണോ? വാ, ഒരാളോ രണ്ടുപേര് കുറച്ച് നമുക്ക് എളുപ്പത്തിന്. പെട്ടിയില്ലാത്ത രണ്ടുപേര് അടുത്ത കൂടുതൽ ഒരാൾ ഇതങ്ങ് എടുത്തോളൂ. എടുക്കുമ്പോൾ മൂല ചേർത്ത് പിടിക്കണേ. പിടിക്കാൻ നേരത്ത് ഇവിടെ ഈച്ച ഉണ്ടോ എന്ന് നോക്കണം. ഈച്ച ചിലപ്പോഴൊക്കെ പുറത്തിറങ്ങിയൊക്കെ നിൽക്കും. ഈച്ചകളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പെട്ടിയെടുക്കാൻ. ഇങ്ങനെ ചിലപ്പോൾ ഇവിടെ ഈച്ച കാണും. ഈച്ചകൾ എന്ന് വെച്ചാൽ ഊതി വിട്ടാൽ മതി, അവർ പറന്നുപോയി തിരിച്ച് ഇവിടെ വന്നോളും. നിലത്ത് വെച്ചു പാറ്റ ഉപദ്രവകാരിയാണ്, പക്ഷെ വലിയ ശല്യമില്ല. അപ്പം പ്രധാനമായിട്ടും 4 സൈഡാണ് മൊത്തത്തിൽ ക്ലീനായി. നമ്മൾ പറന്നുപോയ ഈച്ചകൾ ഇതേ സ്പോട്ടിൽ തന്നെ ഇവിടെ വരും. ഇപ്പോൾ ഊതിവിട്ട ഈച്ചകളുണ്ടല്ലോ, അത് ഇങ്ങോട്ടല്ല വരുന്നത്. ഈ പലകയിലല്ല, ഈ പലകയെന്നാണ് ഇവിടുന്ന് പോയത്. പക്ഷേ ഈച്ച തിരിച്ച് എൻട്രൻസിൽ തന്നെ വരും. നമ്മൾ ഈ പെട്ടി ഇവിടുന്ന് 1 മീറ്റർ അങ്ങ് മാറ്റി വെച്ചേക്കാം. ഈ പറന്നുപോയ ഈച്ചകൾ തിരിച്ച് വരുന്നത് നേരെ ഇവിടെ വന്ന് തപ്പി നടക്കുകയുള്ളൂ, കൂട് കാണുന്നില്ല. അവനെ കറക്റ്റ് എവിടുന്നാണ് ഇറങ്ങുന്നത് ആ കറക്റ്റ് സ്പോട്ടിൽ നിന്ന്. ഇവിടുന്ന് ഇറങ്ങിയെങ്കിൽ ഇവിടെ തന്നെ വരും, ഇവിടുന്ന് ഇറങ്ങിയെങ്കിൽ ഇവിടെ തന്നെ വരും. അത്രയ്ക്ക് കൃത്യമായിട്ടായിരിക്കും അവരുടെ തിരിച്ചു വരിക. അതുകൊണ്ട് ഈ പെട്ടിയിൽ നിന്ന് 1 മീറ്റർ അങ്ങോട്ട് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈച്ചകൾ ഇങ്ങനെ വന്ന് കറങ്ങി നടക്കും. ഒരുപാട് ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈച്ചകൾ നമുക്ക് കോളനിയിൽ നഷ്ടപ്പെടുകയും ചത്തുപോകും. പിന്നെ ചത്തുപോകും. ഈ പെട്ടികൾ കമ്പ്ലീറ്റ് സ്ഥാപിച്ചിരുന്ന താഴെയായിരുന്നു. ആൾക്കാർ കുറവായിരുന്നതിന് പേര് താഴെ വെച്ചിരുന്നത്. അപ്പം ആൾക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എല്ലാവരും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഈ പെട്ടിയെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് തിരിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഇവിടുന്ന് പറന്നു പോകുന്ന ഈച്ചകൾ നേരെ ഇങ്ങോട്ട് വരികയല്ല. ഇന്നലെ വൈകിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടുന്ന് പറന്നു പോകുന്ന ഈച്ചകൾ അവർക്കറിയുന്നില്ല, അവർ വീട് മാറി ഇവരും അറിയുന്നില്ല. നേരെ തിരിച്ച് രാവിലെ വരുന്ന ഈച്ച അവിടെ ചെല്ലും. അപ്പോൾ നമുക്ക് അത്രയും ഈച്ചകൾ സ്ട്രോങ് ആയിട്ട് ഭക്ഷണം തേടി പോകുന്ന ഈച്ചകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടി ഇവരുടെ ഏരിയ ഉണ്ട്, ഇവർക്ക് പരിചയം ഇല്ലാത്ത ഏരിയ. അതായത് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ പെട്ടിയെ കൊണ്ട് മാറ്റിക്കൊണ്ട് സാധിക്കും. പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ദിവസം രാത്രിയിൽ പകൽ കൊണ്ടുപോകരുത്. പകലെ പെട്ടി ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടുപോകരുത്, രാത്രിയിലെ ഉണ്ടാകും. പിറ്റേ ദിവസം രാത്രിയിൽ തിരിച്ചിവിടെ കൊണ്ട് സ്ഥാപിക്കുക. അപ്പം വീണ്ടും പഴയ പോലെ. കാരണം നമ്മൾ വണ്ടിയെ പോകുമ്പോൾ ഒരു ജർക്ക് പെട്ടി കുലുങ്ങുന്നുണ്ട്. ആ കുലുങ്ങിച്ചാൽ ഇവർക്കൊരു അപകടം ഫീൽ ചെയ്യും. അങ്ങനെ ഒരു അപകടം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു കാരണവശാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ പുറത്തോട്ട് പോയി വേണം. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പുറത്തിറങ്ങി നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായ പരിസരമൊക്കെ മാറി. ആദ്യം പരിസരം പഠിക്കാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പരിസരമൊക്കെ പഠിച്ച് 2 ദിവസത്തെ കൊണ്ട് പരിസരം പഠിച്ചു കഴിഞ്ഞ് അവർ തിരിച്ച് ഇവിടെ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും. അവർക്ക് അറിയത്തില്ല, കാരണം അവർക്ക് പുതിയൊരു അന്തരീക്ഷമാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പുതിയ ലോകമായത്. പവർ ഓൺ എഡ്യൂക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899.
കുടഞ്ഞിടാൻ പോയിരുന്നു. കുടഞ്ഞിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈച്ച പറന്നു പോയാലും ഈച്ച വയലൻ്റ് ആകും. അപ്പം കുത്തും വേണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ചേർന്ന് നിൽക്കുക. അല്ലാത്തവര് കുത്തു കിട്ടിയാൽ കുഴപ്പമില്ലാത്തവർ ഇവിടെ നിന്നോ. ഞാൻ കുടഞ്ഞിടാൻ പോവാ. എങ്ങനെയായാലും ഈച്ച ഇളകും. ഈച്ച ഇളകി കഴിഞ്ഞാൽ വയലൻ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. എന്നെടുത്തു. ഇങ്ങനെ കുറച്ചിട്ടാൽ മതി. അവർക്ക് വേദന എടുക്കാതെ. കുത്തണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, സാധ്യത. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരും പറയരുത്. ഇതിനകത്ത് തേൻ നിറച്ച് വെച്ചിരിക്കാൻ നോക്കുക അടിയിൽ. അല്ല, ഇവരെപ്പോഴും കൂടുതൽ സെൻറ്റർ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനം. അപ്പം നടുക്കത്തെ അടകളിലാണ് കൂടുതൽ തേൻ കാണുക. വശങ്ങളിലെ അടകൾ ബ്രൂഡിലും ഇതേ നിയമം ആപ്ലിക്കബിളാണ്. ബ്രൂഡിൽ സെൻറ്റർ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ മുട്ട കാണുന്നത്. ഇപ്പോഴത്തെ ഒരു ബ്രൂഡിൻ്റെ 2 വശങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മുട്ടകൾ കാണില്ല. അതിനകത്ത് തേനും പൂമ്പടിയും മാത്രമേ കാണുള്ളൂ. ആ ഒരു സെൻറ്റർ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം കംപ്ലീറ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തേൻ സാധാരണ രീതിയിൽ കാണേണ്ടത്. തേൻ എടുക്കില്ലോ ഇവരെ. നമ്മൾ കൊടുക്കുന്ന 300 ml എന്ന് പറയുന്നത് അവർക്ക് നിലനിൽപ്പിന് മാത്രമേ ഉള്ളൂ. ഇത് ബഫർ സ്റ്റോക്ക് ഒന്നുമില്ല. അവർക്ക് ആഴ്ച കുടിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചില ഫ്രെയിമുകളിലൊക്കെ തേൻ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കണ്ണമാനായി കഴിഞ്ഞാൽ അത് സീൽ ചെയ്ത് വരും. ഇതൊക്കെയാണ് ഈ മഴക്കാലത്ത് ചെയ്യേണ്ട പരിചരണങ്ങൾ എന്ന് പറയുന്നതാണ്. ഇങ്ങനെ കാലി കണ്ടു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റുക. ഇതിനകത്ത് ലാർവ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതിനകത്തും തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒക്കേഷണലി വളരെ യാദൃശ്ചികമായിട്ടൊക്കെ. അപ്പം ഇതാണ് ശരിക്കും ബ്രൂഡ് എന്ന് പറയുന്നത്. ഈ ബ്രൂഡിൻ്റെ ഇതിനകത്ത് തേൻ സമ്പന്നമാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തേൻ സമ്പന്നമല്ല. തേൻ സമ്പന്നമാണെങ്കിൽ ഇതെല്ലാം മുകളിൽ കാണുന്നതെല്ലാം സീൽ ചെയ്ത് വെച്ചാണ്. ഈ ടോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പിലാണ് ഇവർ തേൻ സ്റ്റോർ ചെയ്യുന്നത് ഒരു ബ്രൂഡിൻ്റെ. ഇവിടെയൊക്കെ ഏറ്റവും മുകളിൽ നോക്കി കയറി ഇവിടെ സീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സീൽ ചെയ്തിട്ടില്ലെങ്കിൽ സമ്പന്നമല്ല ഇവർ കൂട്. അപ്പോൾ അതുകൊണ്ടാണ് തേന ഇത്രയും ഈച്ച കുറയാൻ കാര്യം. മറ്റേതൊക്കെ 2 സൂപ്പർ നിറച്ചിരിക്കുക. നമ്മൾ എത്ര കൂടുണ്ടെങ്കിലും 10 കൂടിനും 10 വളർച്ചയും 10 സ്വഭാവമായിരിക്കും. മനസ്സിലായി? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക അതിലോ കേട്ടോ. ഈ വാക്സ് ഇരിക്കുന്നതാണ് പ്രശ്നം. വണ്ടല്ലോ. വണ്ട് കൊണ്ട് ശല്യം ഉണ്ടോ? എനിക്കറിയില്ല വണ്ട് കൊണ്ട് ശല്യം ഉണ്ടോ. കരളിച്ച് കയറുന്നുണ്ടല്ലേ. ഈ പാത്രത്തിൻ്റെ അടി കണ്ടോ? എപ്പോഴും എന്ത് സാധനം വെച്ചാൽ ഇപ്പം ചിരട്ട വെച്ച് കഴിഞ്ഞാലും മറിഞ്ഞു പോകാതെ അവർ ഫിക്സ് ചെയ്ത് വെക്കും. എത്ര കാര്യമായിട്ടാണ് അവരുടെ കൂടെ അവർ ചെയ്ത് നോക്കണം. എന്ത് സാധനം ചെന്നാലും അവർ അന്നേരം ചെയ്യുന്ന അത് മറിഞ്ഞു പോകാതെ ഇളകാതെ ഉറപ്പിച്ച് വെക്കും. അറത്ത് പവർ ഓൺ എഡ്യൂക്കേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. റാണി ഇതിനകത്ത് ഇല്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള ഈച്ചയാണ്. അതിനകത്ത് ആണീച്ച ഉണ്ട്. ഇതാണ് ആണീച്ച എന്ന് പറയുന്നത്. അതിൻ്റെ വ്യത്യാസം കാണുന്നത് അല്ലേ?
ബാഗ് ഒരുമാതിരി കറുത്ത കുറച്ചും കൂടി ഉരുണ്ട് കുറച്ച് വലിപ്പമുള്ളത് പെണ്ണിനേക്കാൾ വലുതായിരിക്കും. ആണിച്ചെന്ന് കാണിച്ചത്. വേലക്കാരേക്കാൾ വലുതാണ്. വേലക്കാരി വലുതാണ്, നന്നായിട്ട് കറുത്തിരിക്കും. ഇത് ആണിച്ചാണ്, ഇത് കുത്തില്ല. പേടിക്കണ്ട, പേടിക്കണ്ട. ഇതിനകത്ത് നമുക്ക് ആദ്യമേ റാണി ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇതിന് നമ്മൾ കുടഞ്ഞ് കളയാൻ പോവാണ്. റാണിയുണ്ടോ സാർ? ഇപ്പം നോക്കിയില്ല. ഇവിടെ തൂങ്ങി കിടക്കുന്നത് ഇവിടെ ഉണ്ടോ സംശയം ഉണ്ട്. അവിടെ ഈ അട പുതിയതാണെങ്കിൽ അട എടുക്കുന്നതിൽ ഒരു രീതിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ച് എടുത്ത് കഴിഞ്ഞാൽ പുതിയ അടയാണെങ്കിൽ പറഞ്ഞ് താഴെ വീഴും. ഇത് പഴയ അടയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. പുതിയ അടയാണെങ്കിൽ എപ്പോഴും അട എടുക്കുന്നത് ഇങ്ങനെ തന്നെ പിടിക്കാവുള്ളൂ. ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടയുടെ ഭാരം കൊണ്ട് ഈ അടയെല്ലാം കൂടെ പറഞ്ഞ് താഴ്ത്തി വീഴും. അട ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പിടിക്കരുത്. ഇത് പഴയ അടയായ കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, റഫായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വേണം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് കൈകാര്യം ചെയ്യാം. എങ്ങനെ? ഇല്ലല്ലോ, ഈ അങ്ങനെ കുത്തല്ലേ. ആ പാടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കുടയുന്ന സമയത്ത്, ഈ കുടയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ സുരക്ഷിതം നോക്കുന്നത്. കുടഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇവർക്ക് എവിടെയെങ്കിലും ഇച്ചിരി വേദനിക്കും, അന്നേരം കുത്താൻ തുടങ്ങും. ഈ കുടയുന്നില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ സമയത്ത് സ്മോക്കർ പരമാവധി ഒഴിവാക്കുക. സ്മോക്കർ ഒന്നാമത് തന്നെ സ്മോക്കറിന് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഒതുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈച്ച ഒതുക്കുന്നില്ലല്ലോ. ഡിവിഷനൊക്കെ സമയത്ത് ഈച്ച ഒതുങ്ങാൻ പാടില്ല. സാറേ ഇതേ രീതിയിലേ ഈ 2 ഫ്രെയിം വേറൊരു പെട്ടിക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കാലിപ്പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയി വരുമോ? കോളനി ആയി വരുമോ? ഇല്ലല്ലോ. മുട്ടയിടാനുള്ള സംവിധാനം ഒന്നുമില്ല. ഇല്ല. ഈ അടകൾ നോക്കിയേ, ഞാൻ കാണിക്കാം. ഈച്ച കുടഞ്ഞിട്ടുണ്ട്. വണ്ടിക്കകത്തൊരു കത്തി ഇരിപ്പുണ്ട്. ആരും നിങ്ങൾ പേടുന്നുണ്ടോ? വണ്ടിയുടെ ബാക്കിൽ ബാക്ക് സീറ്റിലാണെന്ന് തോന്നുന്നു. തൊപ്പി വേണോ? തൊപ്പി വേണമായിരുന്നു. ഇങ്ങനെയുള്ള തൊപ്പി കിട്ടും. നല്ല സ്റ്റാൻഡേർഡ് കൗബോയ് സ്റ്റൈലിലുള്ള തൊപ്പി. അതുകൊണ്ട് തൊപ്പിയൊക്കെ നിങ്ങളുടെ ചോയ്സിന് വിട്ടിരിക്കുകയാണ്. പക്ഷേ നെറ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ തയ്ച്ചെടുക്കാതെ. പക്ഷെ മഴയത്ത് നടക്കല്ലേ, മഴയത്ത് പൊള്ളിയല്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ മഴയത്തില്ല. ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഇത് പ്ലാസ്റ്റിക് അല്ലേ? അത് ലെതറാ. ഇതിനകത്ത് ആണീച്ച ഉണ്ട്. അടകൾ പുതുക്കി കഴിഞ്ഞാൽ ഇത് ഡിവിഷന് റെഡിയാണ്. റാണിയില്ല. റാണി അടയുണ്ട്. ഈ അടയ്ക്ക് എത്ര റാണിയില്ല. റാണി മറ്റേ ഏതൊരു അടയില്ലാത്ത റാണിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പതിയെ ഈച്ച കുടഞ്ഞ് താഴ്ത്തി ഇടാൻ പോകും. റാണി ഉണ്ടെങ്കിൽ ഇപ്പം പരിപര നടക്കുമോ അതോ ഒരിടത്ത് തൂങ്ങുമോ? റാണി ഇല്ല. റാണി എവിടെ വേണമെങ്കിലും ആണീച്ച വേണമെന്ന് നിർബന്ധമുണ്ടോ? ആണീച്ച ഉള്ള അതാണോ മാറ്റേണ്ടത്? ഫ്രെയിം നമ്മളിപ്പോൾ വേറൊരു പുതിയ ഒരെണ്ണം തുടങ്ങുന്നുണ്ട്. ഈ പെട്ടിന്ന് വേറെ ഡിവൈഡ് ചെയ്യുവാന്ന് ഡിവിഷൻ ചെയ്യുമ്പോൾ കുടഞ്ഞാൽ വീണ്ടും കുത്തും. ഈ ചോറ് കുത്തിയിട്ടുണ്ട്, സാരമില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണിക്കാറുണ്ട്. കുത്തുന്ന കൊല്ലിയൊക്കെ ഇരിക്കുന്ന എല്ലാവരും കാണിക്കണ്ടേ? ഇതാണ് പോയിസൺ തൊല്ലി വരുന്നത്. ആ കൊല്ലി ശരീരത്തിൽ കയറി. കൊല്ലി എന്ന് പറയുന്നത് സാരമുള്ള സംഭവമേ ഉള്ളൂ. ഒന്ന് മാറിക്കോളാം, ഞാൻ കുടയാൻ പോവാം. അങ്ങനെ പേടിക്കുന്നുണ്ടോ? അങ്ങനെ ഒത്തുന്നില്ല. നമ്മളിങ്ങനെ വളരെ സാവകാശം ഈ കുടയുന്ന സമയത്താണ് ഇവർ വയലിൻ്റാണ്. അവർ വേദനിച്ച് കഴിഞ്ഞാൽ ഇവർ ഓടി വന്ന് കുത്തും. ഈ പറന്നുപോയ കോളനി നേരെ വന്ന് അവരുടെ കോളനിക്കകത്ത് തന്നെ കയറിക്കോളും. ഈ അട നോക്കുക. ഈ അടയെന്ന് പറഞ്ഞാൽ ഈ ഒരടയുടെ യാതൊരു സ്വഭാവ ഗുണങ്ങളും ഈ അടക്കില്ല. ഒരു സൈഡ് ഇതിനകത്ത് പൂമ്പൊടി ഉണ്ടാവും. തേൻ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക. മഴീന്നിച്ച പോകും. ചെറുത് കണ്ടോ? അത് വേറെ തേനീച്ചല്ലേ? നമ്മൾ അടുത്ത ഫ്രെയിം നോക്കുകയാണേ.
എനിക്കറിയാം ഈ ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. ഇളക്കം തട്ടാൻ പിന്നെ കഴിഞ്ഞ വർഷം വെച്ചത്. ഇതാണ് മുട്ടകൾ. ഇതിനകത്ത് മുട്ട സമ്പന്നമാണ്. കാരണം അത്ര സ്ട്രോങ് അടയത്തകത്ത് എല്ലാത്തിനകത്തും മുട്ടകളുണ്ടാവും. അത് കേടില്ല. ഞാനൊരു കേടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതാണിത്. ജസ്പട്ടിക്കല്ലേ എല്ലാവരും കാണാം. ഇതാണ് ഒരു കേടുണ്ട്. ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത് ആണീച്ചയുടെ മുട്ടയാണ്. ഈച്ച ചത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ആന്റിബയോട്ടിക് മരുന്ന് കൊടുക്കുന്ന സമയമായിരുന്നു. ഇത് രണ്ടും പോയത്. ഇതും പോയത്. കൊടുക്കുന്ന അളവ് എങ്ങനെയാ? അളവ് ഇതൊക്കെ അതൊക്കെ നല്ല മുട്ടയാ. നല്ല മുട്ടയാ. അല്ല ഇതും പോയതാ. സാധാരണ ഷേപ്പില്ലാതെ. മറ്റേത് ചുരുണ്ടിരിക്കും. നല്ല മുട്ടകളുടെ ചുരുണ്ടിരിക്കും. ഇത് നല്ല മുട്ടയാണ്. മാറി ഒന്ന് സ്പ്രെഡ് ചെയ്തേ. ഇതാണ് ഒരു കോളനിയിലേക്ക് ശരിക്കും മുട്ടകൾ. നമ്മളെ ക്ഷാമകാലത്ത് നിന്നും ഇതെല്ലാം മുട്ടകൾ സീൽ ചെയ്താണ്. ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇവർ വിരിഞ്ഞിറങ്ങി വരും. ഇത് മുട്ട വിരിഞ്ഞ ലാർവയായി. ഇത് പൂപ്പയാവസ്ഥയിലായി. ഇത് ലാർവ അവസ്ഥയിൽ നിൽക്കുന്ന മുട്ടകളാണ് ഇതൊക്കെ. ഈ രണ്ട് പുഴു ഇത് കേടുവന്ന പുഴുക്കളാണ്. അതിന്റെ കേടുണ്ട്. ഇത് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ആണീച്ചയുടെ മുട്ടയാണ്. ഈ രണ്ട് മുട്ടയാണ് തുറന്നു കിടക്കുന്നത്. അതിനകത്ത് ഒരു രണ്ട് പുഴുക്കളൊക്കെ ഉണ്ടോ? ഇതൊരെണ്ണം കണ്ടില്ല. തന്നെ ഇവിടെ ഉണ്ട്. അതല്ല, റൗണ്ട് നിൽക്കുന്ന ഇത് കേടാണ്. റൗണ്ട് ആയിട്ട് നിൽക്കുന്ന കേടല്ല. അല്ല, പുഴു കണ്ടത് ഇപ്പൊ ഇവിടെ ഒരു പുഴുവിനെ കണ്ടായിരുന്നു. ഇതിനകത്ത് മുട്ട കാണും, പുഴുക്കൾ കാണും. ഇതിനകത്ത് തേനും ഇല്ലേ? ഇല്ല. തേനുണ്ട്. മുട്ട എന്ന് പറയുന്നത് റാണിയുണ്ട്. എല്ലാരും കാണിക്കാം. സ്പ്രെഡ് ഒന്ന് റൗണ്ട് നിൽക്കാവും. അങ്ങനെയാണെങ്കിൽ എല്ലാരെയും കാണിച്ചു പോവാം. കേടെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്. ചുരുണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ഇത് കേടാണ്. ഇത് രണ്ടും കേടാണ്. ഇത് ഒരു ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ മാറും. ഈ കറുത്തിരിക്കുന്ന അടകളുണ്ടല്ലോ, ഇതെല്ലാം പുതുക്കേണ്ട അടകളാണ്. ഇങ്ങനെ ഈ കറുത്തിരിക്കുന്ന അടകളോട് ഈച്ചകൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല. മുട്ടയിരിക്കുന്ന നിസ്സായാവസ്ഥയിൽ അവർ മുട്ട. പവർ ഓൺ എഡ്യൂക്കേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. നമ്മളെ തിരിച്ചു വെക്കാണ്. തിരിച്ചു വെക്കാതിരിക്കായിരിക്കും നല്ലത്. കാരണം അവരുടെ ഷേപ്പ് മാറിപ്പോയില്ലേ. ഇത് കളയാണ്. ഈയിടെ പിച്ചാത്തി എടുത്തിട്ട് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് തേനുണ്ട്. ഇത് തേനാണ്. നോക്കിക്കഴിയുമ്പോൾ ഇതുണ്ടോ? ഇത് തേനാണ്. ഈ തേന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് തേനുകളും വൻതേനീച്ച വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ ബാക്കിയുള്ളത് ഇതെല്ലാം പൂമ്പൊടികളാണ്. ഇത് കാണാം. ഇത് പൂമ്പൊടി, വെളുത്തിരിക്കുന്നത് പൂമ്പൊടികളാണ്. അത് ചെറുതേനീച്ച കൊണ്ടുപോകും. വൻതേനീച്ച സാറിന് എടുത്ത് കാണും. എടുത്തോ ഇത് കൊണ്ടുപോകും. മാറ്റിക്കും. ഇതെന്താ ഈ അട ഉപേക്ഷിക്കുന്നത്? പഴയതായി. ഇതല്ലേ ഇനി റാണി മുട്ടയിടില്ല. ഈ അടയിൽ മുട്ടയിടാനുള്ള സാഹചര്യങ്ങളൊന്നും ഈ അടക്കില്ല. ഈ അടയ്ക്കേണ്ട ഒരു പ്രോപ്പർട്ടിയും ഒരു സൈഡ് മേലെ ഒരു സൈഡ് സെല്ലില്ലല്ലോ. ഈ സൈഡ് സെല്ല് പോലും ഇല്ലെന്നായി. അപ്പം ഉപേക്ഷിച്ചതാ. അപ്പൊ അതിനകത്ത് ഏറ്റവും ടോപ്പിൽ ഞാൻ പറഞ്ഞു, ഏറ്റവും ടോപ്പിൽ തേന, അതിന് താഴെ പൂമ്പണി, അതിന് താഴെയാണ് മുട്ടകളുണ്ട്. ഇതിനകത്ത് ഒരു മുട്ട പോലും ഇല്ല. അവർ സെന്റർ 4 അടയിൽ കേന്ദ്രീകരിച്ച് ഇപ്പം നിൽക്കുകയാണ്. അപ്പം ഈ അട പുതുക്കി വേറെ ഇടുക. അപ്പം നമ്മൾ ഈ ചെത്തി കളഞ്ഞിട്ട് അടകൾ വൃത്തിയാക്കാണ്. സീൽ ചെയ്താലും തേമ്പം എടുത്തോണ്ട് പോക്കോളൂ. സീൽ ചെയ്തിരിക്കുക. ഉറുമ്പ് പിന്നെ ഉറുമ്പുണ്ട്. ഉറുമ്പ് ആദ്യം വരും.
ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈച്ച അടിക്കുകയില്ല. എന്തോ നമ്മൾ ആ കളഞ്ഞത് ആ അട നമ്മൾ തിരിച്ച് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാണ്. നമ്മൾ എടുത്ത അട എടുത്ത ഫ്രെയിം അട ചെത്തി കളഞ്ഞിട്ട് ആ അട എടുത്ത് അതുപോലെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ നല്ല വെളുത്ത ഒരു അട, ഇത് ബ്രൗൺ കളറും ബ്ലാക്ക് കളറൊക്കെയുള്ള അടകളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെല്ലാം മാറിയിട്ട് അത് വെളുത്ത കളറ് നല്ല പ്യുവർ ഫ്രഷ് അട. ആ അതെ, ചത്തനെ ഉള്ള വേസ്റ്റ് എല്ലാം ഇവർ എടുത്തുകൊണ്ട് കളയും. ഒരു വേസ്റ്റും കിടക്കാൻ സമ്മതിക്കില്ല. ആ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വേറെ ഒന്ന് ചെയ്യാനുള്ളത് അല്ല, അടുത്തല്ല, ഇപ്പം തന്നെ നമ്മൾ ചെയ്യാണ്. ഇതിലെടുത്തിട്ട് ഇല്ല, മുട്ടയില്ല, ഇതിനകത്ത് മുട്ടയില്ല. സ്വാഭാവികമായിട്ട് 2 വശത്ത് ഒരു മുട്ടയൊന്നും കാണാൻ വഴിയില്ല. ഇതിനകത്ത് നമ്മൾ അടുത്ത ആഴ്ച ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് മാറ്റി വേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ഇതിനകത്ത് ധാരാളം തേന് ഒരു സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് പൊട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോഴത്തേന് ഇവർ തേനും എടുത്ത് അല്ലെങ്കിൽ നമുക്ക് ആ തേന് ഇപ്പം മറ്റേത് വേസ്റ്റ് ആയതുപോലെ ഇത് വേസ്റ്റ് ആവും. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവർ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കില്ല. നമ്മൾ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. ഊതി കഴിയുമ്പോഴത്തേന് അവർ ക്ലിയർ ആയിക്കോളും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവിടം വരെ എടുത്ത് കഴിഞ്ഞു. ഇത്ര എടുത്ത് കഴിഞ്ഞതാണ്. ബാക്കിയാണ് നമ്മൾ പതിയെ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. ഫീലിംഗ് പൊട്ടിച്ചാൽ മതി. എല്ലാം പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് ഇവർ പയ്യെ തേൻ കുടിക്കും. ഈ തേൻ 90% എടുത്തോളും. ബാക്കി വേറെ ആൾക്ക് കൊടുക്കണ്ട. ഇവർക്ക് തന്നെ ഇത് ഇത്ര അവർ ഉപയോഗിച്ച് തീർത്തോട്ടെ. ബാക്കി കുറച്ചുകൂടെ ഉള്ളൂ. കണ്ടോ, എടുക്കുന്നുണ്ടോ? ഓരോ സെല്ലിനകത്ത് ഈച്ച ഇറങ്ങി എടുക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ നിറയ്ക്കോ അല്ലെങ്കിൽ എടുക്കുമോ എന്തോ. അടുത്ത ആഴ്ച ഒരു സമയത്ത് ഒരു സൈഡിൽ ഓർഡർ നമ്മൾ ബേസിക്കായിട്ട് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നിരിക്കും. നമ്മൾ തുടക്കക്കാർക്ക് എന്നുള്ള നിലയിൽ നമ്മൾ ഒരു സമയത്ത് ഒരെണ്ണം എടുക്കുന്നുണ്ട്. നമ്മൾ വലിയ റിസ്കിന് പോകണ്ടെന്നുള്ളതാണ്. അവർ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഒരു 10,000 പെട്ടിയുള്ളവർക്ക് അവർ മാക്സിമം റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവർക്ക് 10, 50, 10%, 20% പെട്ടി നഷ്ടപ്പെടുകയല്ല, നഷ്ടപ്പെട്ടാൽ അവർക്ക് അതൊരു പ്രശ്നമില്ല. അവർ ഇന്ന് ഇതിന് ഫീഡിങ് കൊടുക്കണ്ടേ? ഇന്ന് കൊടുക്കും. ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താലത്തെ മെച്ചം തേനീച്ച കുടിച്ചു കഴിഞ്ഞാൽ മെച്ചം എന്താ സാറേ? പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ അന്നേരം എടുത്തോളൂ. ഇത് കാര്യമായിക്കോളും. ഇവർ അടുത്ത ആഴ്ച നമ്മൾ ഈ അട മാറണ്ട. അത് സ്വാഭാവികമായിട്ട് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പാകത്തിന് നമ്മൾ പൊട്ടിച്ചിട്ട് അപ്പൊ ഈ അട എടുത്ത് മാറ്റി നമ്മൾ അല്ലേ? മറ്റത് മാറ്റിയില്ലേ? കുറച്ച് എളുപ്പം തന്നെ. ജിബുവേ, ഫ്രണ്ടില് ഫീഡിങ് ഇരിപ്പുണ്ട്, ബാക്കില് ഔൺസ് ക്ലാസ് ഇരിപ്പുണ്ട് വണ്ടിയുടെ ഫ്രണ്ടില്. അപ്പൊ ഈ ആഴ്ച നമ്മൾ അടുപ്പല ക്ലീൻ ചെയ്തു. ഒരു സൈഡിലത്തെ ഒരട ക്ലീൻ ചെയ്തു. അടുത്ത തവണ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേനും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും. ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് കാരണം എന്താണെന്ന് അന്നേരം നമുക്ക് തപ്പാം. ഇപ്പം സ്വാഭാവികമായിട്ട് ഇത് ഉണ്ടാക്കേണ്ടതാണ് അവരുടെ രീതി. പുതിയ അട ഉണ്ടാക്കണം. അതൊരു ഇപ്പം അടുത്ത ആഴ്ച വരില്ല, അടുത്തൊരു മിനിറ്റ് ഞായറാഴ്ച വന്നു കഴിയുമ്പോൾ നല്ലൊരു പപ്പടത്തിൻ്റെ വലുപ്പത്തിൽ ഇതിനകത്ത് ഒരട പെട്ടെന്ന് പ്രശ്നമില്ല. പക്ഷെ പതിയെ പ്രശ്നം ഉണ്ടാവും, ഭാവി പ്രശ്നം ഉണ്ടാവും. അത് അന്ന് നമുക്ക് പവർ ഓൺ എഡ്യൂക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. അങ്ങേരത്തെ പെട്ടിക്ക് കുഴപ്പമുണ്ടായിരുന്നു?
ഞാനിത് പെട്ടിക്കകത്തൊന്നും ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫീഡിങ് കൊടുത്തു. നമ്മളൊന്നും പണിതല്ല, മഴ കാരണം നമ്മൾ പെട്ടെന്ന് ഇട്ടിട്ട് പോയി ഓർക്കുന്നുണ്ട്. ശരിയായ ഇതുവരെ ഒരു കാലാവസ്ഥ ഈ വർഷം ഒട്ടും അനുകൂലമായിട്ടില്ല. നമുക്ക് ചിങ്ങത്തെ നല്ലൊരു തെളിവ് കിട്ടേണ്ടതാണ്. ആ തെളിവ് നമുക്ക് കിട്ടിയില്ല. അതാണ് ഒരു ബേസ്. അത് കഴിഞ്ഞാൽ പണ്ടൊക്കെ കർക്കിടകത്തിൽ ഒരു 10 ദിവസം തെളിയും. അതിനൊക്കെ ഈച്ച കുറെ കൂടെ സ്ട്രോങ് ആകുന്നത്. കഴിഞ്ഞ ആഴ്ച ചെയ്യേണ്ട ഒരു പണി നമ്മൾ ചെയ്തില്ല. നമ്മൾ സൂപ്പർ എടുത്ത് കളയേണ്ട സമയമാണ് ഇത്. കഴിഞ്ഞ ആഴ്ച മഴ കാരണം നമ്മൾ സൂപ്പറൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ സൂപ്പറും എടുത്ത് കളയാം. അണിച്ചുള്ളത് ഏത് നമ്മളെടുത്ത് അട കുടയുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കണം, റാണി ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പാഠമാണ്. എപ്പോൾ നമ്മൾ അട ഉടഞ്ഞാലും അതിനകത്ത് റാണി ഉണ്ടോ എന്നുള്ളത്. റാണി ഉണ്ടെങ്കിൽ റാണിയെ ഇറക്കി വിട്ടിട്ട് വേണം കുടയാൻ. ഇല്ലെങ്കിൽ റാണിക്ക് ക്ഷതം സംഭവിക്കും. റാണിയെ താഴോട്ട് വെച്ചെന്ന് കഴിഞ്ഞാൽ റാണി ഈ അടയിൽ നിന്ന് താഴോട്ട് ഊതിയോ എങ്ങനെയെങ്കിലും മാറ്റിക്കണം. കൈകൊണ്ട് പിടിക്കാൻ പോകണ്ട, കൈകൊണ്ട് പിടിച്ചേക്കരുത്. കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഒന്നും കുഴപ്പമില്ല. ചെറിയാലും കയറി പിടിക്കാം. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. റാണി കുത്തിയല്ല, റാണി കുത്തി. ഡിവൈഡ് ചെയ്യാൻ നമ്മളിവിടത്തേലൊക്കെ 5 സൂപ്പറാണ് വെച്ചത്. 5 ഫ്രെയിമാണ് വെച്ചേക്കുന്നത് സൂപ്പറിൽ കേട്ടോ. കാരണം ഇതുണ്ടോ 5. മറ്റേത് നമുക്ക് തേനിൻ്റെ കട്ടി കിട്ടാറുണ്ട്. സാധാരണ പൊതുവെ 4ആണ് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി സൂപ്പറിൽ 5 എന്ന് വെച്ചാൽ എൻ്റെ ജലാംശം പെട്ടെന്ന് പറ്റിക്കാനുള്ള. മറ്റേതൊരു 1 സൈഡ് ഒരു 1.5 ഇഞ്ച് നീളം കാണും. 4 വെച്ചാലും നിറഞ്ഞു കിട്ടും. പക്ഷേ ജലാംശം കൂടുതലായിരിക്കും കിട്ടുന്നത്. മറുകൊണ്ട് നീളുന്നുണ്ട്. നമ്മൾ ശക്തനാഥ കോളനിക്കകത്തുനിന്ന് ഒരു റാഗല് ഈച്ച ഇല്ലാതെ പുഴു സഹിതം കൊടുക്കുക അടുത്തൊരു പെട്ടിയിലോട്ട്. ആ പെട്ടിയിലെ ആ ഈച്ച ആ പുഴു സ്വീകരിച്ചില്ല എങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ ആ റാഗല് നശിച്ചു പോകും? സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കുന്ന ഈ ഇളപ്പ് തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇളപ്പ് ഈച്ച പിടിച്ച് കഴിയുമ്പോഴേ അപ്പോൾ ആ ഇളപ്പ് പിടിക്കാതെ തട്ടത്തിനെ തൂങ്ങിക്കിടക്കുക. ഈ പുറത്തുനിന്ന് വരുന്ന കോളനിക്ക് പൊതുവേ നമ്മുടെ പെട്ടിയോട് അത്ര താല്പര്യം കാണില്ല. പുറത്തുനിന്നിരിക്കുന്ന കോളനി പിടിക്കുന്ന കാര്യമല്ല, അത്രയ്ക്ക് അവർക്ക് സ്വീകാര്യമല്ല ഇത്. ഇതിനകത്തുനിന്ന് എടുത്ത് വേറെ പെട്ടിക്കകത്ത് കൊടുത്താൽ 100% ഇളപ്പിരിക്കുന്ന കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കാതെ ആ മോള് തൂങ്ങിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ റാഗല് നമ്മൾ കൊടുത്ത റാഗൽ അടിക്കുമ്പോൾ വെറുതെ ഇരിക്കുക. ആ ഇരിക്കുന്ന റാഗൽ നിശ്ചിത സമയം കാണുക, ജീവനുള്ള സമയം. അത് ഏകദേശം എത്ര മണിക്കൂറായിരിക്കും? ഒരു 10 മണിക്കൂർ പറ്റിയാണെന്ന് തോന്നുന്നു. ഒരു 5-6 മണിക്കൂറിനുള്ളിൽ അത് ചൂടില്ല. വെള്ളക്കം ബ്രൂഡിന് ചൂട് വേണമല്ലോ, അതില്ലെങ്കിൽ നശിച്ചു പോകും. അതിനുള്ള ഗേറ്റ് കടച്ചു വെച്ച് അങ്ങ് വെച്ചേക്കാം. 2 ദിവസം കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ. പിന്നെ കോപ്പർ ഈ പ്രകൃതിയിലിരിക്കുന്ന കോളനി പൊതുവെ ചാൻസ് കുറവാണ്. ആടുകൾ കേടുകൂടാതെ എടുത്ത് ഇതുപോലെ വാഴകളിൽ കെട്ടാൻ അങ്ങനെ ആൾ പഠിക്കണം. ചോദിച്ചു പഠിച്ചു കഴിഞ്ഞാൽ വല്ല ഉമ്മ കെട്ടിക്കഴിഞ്ഞാൽ ചതവ് കെട്ടിട്ട് അത് പൊട്ടി വീണ് ചോട്ടങ്ങളൊക്കെ വീട്ടിലെടുക്കില്ല. ഫ്രഷ് അറിയാം, കൈ കൊണ്ട് പോലും തൊടാതെ കെട്ടുന്ന പ്രത്യേക രീതിയിലാണ് കിട്ടുന്നത്. എന്നിട്ട് അവിടെ എണ്ണം ഇരിപ്പുണ്ട്. 3 ദിവസം വള്ളി അവർ തന്നെ കണ്ടിച്ച് കളയും. അതെ, 3 ദിവസം കണ്ടിച്ച് കളയും. വള്ളി അവർ തന്നെ കണ്ടിച്ച് കളയും. പ്ലാസ്റ്റിക്കുകളൊന്നും കെട്ടുകയാണ്. വാഴകളിൽ കെട്ടുന്നത് അല്ലെങ്കിൽ തെങ്ങിൻ്റെ പോലെ വീട് കുറച്ചെടുക്കും. ഇത് മുട്ടയിട്ട് തുടങ്ങി. എന്നാൽ പോലും നമ്മൾ ഈ പഴയടയാണ് അവർ മുട്ടയിട്ട് തുടങ്ങി നോക്കാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത് കളയാൻ പോവാം. മരുന്ന് കൊടുക്കണം. ഇതിനുണ്ട് കേടായത്.
അത് രാവിലെ ആവില്ല. ഒരു അഞ്ച് അതങ്ങ് വെച്ചോ. ഇത് കൊടുത്തോ. വൈകിട്ട് നമ്മളൊരു 5 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി ചിലപ്പോൾ കൂടുതലുണ്ടാവും. സന്ധ്യ ആകുമ്പോൾ 5:30 ആകുമ്പോൾ എല്ലാ പണിയും തീർത്തില്ല. എൻ്റെ കൂടുതൽ ആ കുത്തുന്നതിൻ്റെ ആ വിഷം കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എടുക്കും. അതുവരെ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് വിഷം കയറിയല്ലേ. ഒരു 15 നമ്മൾ ഒരു ഈച്ച കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷം കംപ്ലീറ്റ് കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും എടുക്കും. നമ്മളെയൊക്കെ പാമ്പ് കടിച്ചാലേ വയ്ക്കുക. അത്രയും വിഷമാണ് എൻ്റെ ശരീരത്തെ പാമ്പ്. പ്രാക്ടിക്കൽ അല്ല, ഇവിടെ വിജയിക്കുന്നില്ല. പിന്നെ നമ്മൾ പരീക്ഷിച്ച് കയറിയല്ലേ. ഈച്ച കുത്തിയോ പഴയ കയറ അതെങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. കൂടെ കേട്ടോ ഒന്ന് മാറിക്കും. എനിക്ക് നീര് വെച്ച് ഇപ്പോൾ 3 ദിവസം മതിയായിരുന്നോ? അല്ല, അപ്പോൾ നമുക്ക് ഇവിടെ വേദനയാണെങ്കിൽ അവർ ഇവിടെ നിന്നൊക്കെ സാധാരണ ഈ ഈച്ച തന്നെയാണോ? ഇത് തന്നെ ഒരു ദിവസം 3 ഈച്ച വെച്ച് 3 ആഴ്ച അല്ലേ? നടുവിന് വേദന എല്ലാ ദിവസവും എന്നിട്ട് നടുവേദന കുറവുണ്ടായിരുന്നു. സ്റ്റേജ് വരെ അവിടെ കുറച്ചുകൂടി കൊതുക്. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഇവിടെ നല്ല വേദനയാണ്. ഇവിടെ കുത്തിയിട്ട് ആഴ്ച കുത്തിയിട്ട് അറിഞ്ഞില്ല. 2 ആഴ്ച ഇതിപ്പോൾ ഇവിടെ അറിഞ്ഞു. ഞാൻ ഒന്നുകൂടി കുത്തിച്ചായിരുന്നു. അവിടെ വേദന ഒന്നും അറിയുന്നില്ല. അന്നേരം അറിഞ്ഞു. എന്ന് പറയുന്നതാണ് ബ്ലഡ് സർക്കുലേഷൻ ആകുകയാണ്. ഇതിപ്പോൾ ഞരമ്പ് ഇവിടെ കുത്തിക്കുകയാണെന്നുണ്ടല്ലോ. ഈ ഞരമ്പ് അങ്ങ് വലുതാകും. ഞരമ്പ് വികസിക്കുന്നതാണ്. ഞരമ്പ് വികസിച്ച് അവിടെ ബ്ലഡ് സർക്കുലേഷൻ. പവർ ഓൺ എഡ്യൂക്കേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇനി മുതൽ എവിടെയിരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. 100% ആത്മവിശ്വാസത്തോടു കൂടി ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം. അതിനായി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ ചെയ്യൂ. പവർ ഓൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, ചിങ്ങവനം, കോട്ടയം. ഫോൺ 8089778899. പോയിസനകത്ത് ഇത് കാണും മെഡിസിനലായിട്ട് അല്ലേ? എന്താ ഈ പോയിസൻ്റെ അകത്ത് എന്തെങ്കിലും മെഡിസിനൽ എഫക്റ്റ് കാണും. മെഡിസിൻ വേണ്ടിയുണ്ട്. പോകുന്നില്ല. നടന്നതുപോലെ പ്രധാനം പിന്നെ മനസ്സിൻ്റെ വിശ്വാസവും കാണും. അത് കുത്തിയാൽ മാറുന്ന വിശ്വാസങ്ങൾക്ക് മാറും. ഇത് വാട്സെടുക്കാണ്ട് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകാം. വിശ്വാസം അതല്ല അത് വലിയ കാര്യം. ഇത് മരുന്ന് കൊടുക്കുക. ഞാൻ മറ്റേ കഴിഞ്ഞ വർഷം മേടിച്ച മരുന്ന് കിട്ടി. ആ കമ്പനിയുടെ മരുന്ന് കിട്ടി. വെള്ളത്തിനുണ്ടോ? ഞാനിവിടെ പറഞ്ഞു ഗോമൂത്രം ചെയ്യേണ്ട ഒന്ന് തെറ്റി പത്ത് കുത്തൊക്കെ വേണ്ടി അത് കൂട്ടി ചിലപ്പോൾ നമ്മൾ ഇപ്പോഴെന്തോ ആരും നക്കിയത്. ഇപ്പം ഞങ്ങൾ നക്കി തീർന്നു. പഞ്ചസാര വെച്ചിരുന്നല്ലേ വേറെ എന്താ പഞ്ചസാര ഇതിനകത്ത് കാര്യത്തില്ല.